ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോളോ ടോക്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വേഗത്തിൽ അറിയുവാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. ഫസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ടെക് ബാൻഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ SEOയുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിന് സ്പെഷ്യലായിട്ട് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല. എന്നാൽ സ്കിൽസ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ SEOയിലോ അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിലൊക്കെ നല്ല നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മൾട്ടി ടാസ്കുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ashwin.kumar@techband.net എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 3 ആണ്. ഈ ഒരു സെയിം കമ്പനിയിലേക്ക് പ്രസൻറ്റേഷൻ ഡിസൈനർ ആൻഡ് ബ്രാൻഡ് ഡിസൈൻ എക്സ്പേർട്ട് എന്ന പോസ്റ്റിലേക്ക് കൂടി വേക്കൻസി വന്നിട്ടുണ്ട്. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുള്ള വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് അഡ്വാൻസ്ഡ് പ്രൊഫഷൻസി ഇൻ PowerPoint, Google Slides, Photoshop, Illustrator and InDesign, expertise in Figma, Canva, Primer, After Effects or any video editing software will be considered as a bonus, and a strong portfolio demonstrating expertise in പ്രസൻറ്റേഷൻ ഡിസൈൻ ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മൾട്ടി ടാസ്ക്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ashwin.kumar@techband.net ഈ ഒരു മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 3 ആണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ഇന്നോവേസ് ഡിജിറ്റൽ മീഡിയ എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ UI/UX ഡിസൈനറുടെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതും ഫ്രഷേഴ്സിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്കിൽസ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് ഫിഗ്മ, ഫോട്ടോഷോപ്പ് ആൻഡ് ഇല്ലുസ്ട്രേറ്റർ എന്നിവയിലൊക്കെ നല്ല നോളജ് ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ബേസിക് ഡിസൈൻ പ്രിൻസിപ്പിളും കളർ തിയറിയും ടൈപ്പോഗ്രഫിയും അറിഞ്ഞിരിക്കണം. കൂടാതെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് കൂടി ആയിരിക്കണം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് priya.innovace@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 15 ആണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് ലീൻ ട്രാൻസിഷൻ സൊല്യൂഷൻസ് എന്ന കമ്പനിയിലേക്കാണ്. ഇവിടെ ജൂനിയർ ക്വാളിറ്റി അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന് 0 to 1 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഫ്രഷേഴ്സിനും 1 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ്സിന് സോഫ്റ്റ്വെയർ QA മെത്തഡോളജീസ് ആൻഡ് ടൂൾസ് ആൻഡ് പ്രോസസ്സിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ SQL-ലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിലൊക്കെ നോളജുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, കറണ്ട് ലൊക്കേഷൻ, കറണ്ട് CTC, എക്സ്പെക്റ്റഡ് CTC, നോട്ടീസ് പീരീഡ് എന്നിവയൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ കറൻ്റ് വർക്ക് ചെയ്തെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം എക്സ്പീരിയൻസും കറണ്ട് CTCയും നോട്ടീസ് പീരീഡൊക്കെ നൽകിയാൽ മതി. അതല്ല ഫ്രഷേഴ്സ് ആണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 16 ആണ്. അപ്ലൈ ചെയ്യേണ്ടത് careers@ltslean.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. സെയിം കമ്പനിയിലേക്ക് തന്നെയാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത്. PHP ഡെവലപ്പറുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് 1 to 5 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉള്ള വേക്കൻസിയാണ്. അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് PHP-യിലും അതുപോലെ തന്നെ HTML5, ജാവാസ്ക്രിപ്റ്റ്, CSS, MySQL, അതുകൂടാതെ PHP-യുടെ ഫ്രെയിംവർക്ക്, കോർഡിനേറ്റർ, ലറാവൽ, സിംഫണി എന്നിവയിലൊക്കെ നല്ല നോളജുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് ലൈക്ക് ആംഗുലർ, റിയാക്ട് എന്നിവയിലൊക്കെ നോളജുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നതായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കറണ്ട് CTC, എക്സ്പെക്റ്റഡ് CTC, നോട്ടീസ് പീരീഡ്, കറണ്ട് ലൊക്കേഷൻ, ടോട്ടൽ റിലവൻറ്റ് എക്സ്പീരിയൻസ് എന്നിവയൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യേണ്ടത് careers@ltslean.com എന്ന മെയിൽ ഐഡിയിലേക്ക് റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 6 ആണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് പോൾസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. ഡാറ്റാ സയൻസ് അനലിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് 1 to 2 year എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉള്ള വേക്കൻസിയാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്.
bachelor degree or advanced degree in quantitative field such as statistics, mathematics, computer science or related discipline. അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ സോളിഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ആൻഡ് മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റ് ആൻഡ് അതുപോലെ തന്നെ പ്രൊഫഷൻ ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സച്ച് ആസ് പൈത്തൺ, ആർ ആൻഡ് SQL ആൻഡ് ബേസിക് പ്രൊജക്ട് മാനേജ്മെന്റ് സ്കിൽസ് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് hr@polissolution.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 4 ആണ്. സെയിം കമ്പനിയിലേക്ക് തന്നെയാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ആംഗുലർ ഡെവലപ്പർ എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉള്ള വേക്കൻസിയാണ്. 4 to 8 year എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉള്ള വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഗ്രാജുവേറ്റ് ഇൻ BE, BTech or computer science or related field, അല്ലെങ്കിൽ MSc computer science or MCA or equivalent. അതുപോലെ തന്നെ സ്കിൽസ് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് മോഡേൺ HTML, CSS, ആംഗുലർ, JSON, jQuery, Bootstrap എന്നിവയിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പം തന്നെ ASP.NET, MVC, MongoDB എന്നിവയൊക്കെ അറിയുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇത് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ വേക്കൻസി ആയതിനാൽ തന്നെ നിങ്ങളുടെ കറൻറ്റ് CTCയും എക്സ്പെക്റ്റഡ് CTCയും തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് hr@polissolution.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് എക്സ്പീരിയൻസും മെൻഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 4 ആണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത് iCloud9 ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ഫ്രഷേഴ്സിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സ്കിൽസ് പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സിന് ഫ്ലട്ടർ ഡെവലപ്മെൻറ്റിലോ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിലോ നല്ല നോളജോ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡാർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രൊഫഷ്യൻസി ഉള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഒപ്പം തന്നെ കാൻഡിഡേറ്റ്സിന് മൊബൈൽ ആപ്പ് സെക്യൂരിറ്റീസിലും അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസിലൊക്കെ നല്ല നോളജ് കൂടി ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് careers@iCloud9digital.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് ഒപ്പം ജോബ് കോഡ് കൂടി എൻ്റർ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ജോബ് കോഡ് വരുന്നത് FRFLDEV001 മൊബൈൽ ആപ്പ് ഡെവലപ്പർ ഫ്ലട്ടർ. ഈ നോട്ടിഫിക്കേഷനിൽ ഇവിടെ ജോബ് കോഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബ് കോഡ് എൻ്റർ ചെയ്യാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് March 28 ആണ്. കാരണം ടെക്നോ പാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വാളിഫൈഡ് ആയ കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളുടെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്